എടാ ദാസ, നമ്മളെന്താടാ എവിടെ ചെന്നാലും ചന്ദ്രൻ്റെ ഒരു മുഖം മാത്രം കാണുന്നത്? മറ്റേ മുഖം എന്താടാ നമ്മൾ കാണാത്തത്? എടാ വിജയ, നമ്മൾ ചന്ദ്രൻ്റെ ഒരു മുഖം കാണുന്നുണ്ടല്ലോ, പിന്നെന്തിനാ മറ്റേ മുഖത്തെപ്പറ്റി ചിന്തിക്കുന്നത്? ഒരുപക്ഷെ ദാസനും വിജയനും ടെറസിൻ്റെ മുകളിൽ ചന്ദ്രനെ നോക്കി കിടക്കുമ്പോൾ പറയാൻ സാധ്യതയുള്ളൊരു ഡയലോഗായിരിക്കാം ഇത്. പഠിച്ച പാഠം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ചുറ്റിനും കാണുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് വിജ്ഞാനമാകാം, പല വിഷയങ്ങളുമാകാം. അപ്പോൾ കുട്ടികൾക്കും മറ്റുള്ള സാധാരണ പൊതുവെ എല്ലാ ആൾക്കാർക്കും രസകരമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ചില കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ളൊരു പ്രയത്നമാണിത്. അപ്പോൾ ഇന്നത്തെ വിഷയം, എന്തുകൊണ്ടാണ് നമ്മൾ ചന്ദ്രൻ്റെ ഒരു വശം മാത്രം എവിടെ ചെന്നാലും കാണുന്നത്, എല്ലാ ദിവസവും ഒരു വശം മാത്രം കാണുന്നത് എന്നുള്ളതാണ്. ഇതാണ് നമ്മളുടെ ചന്ദ്രൻ, മറ്റേത് ഭൂമി. ഓക്കെ, നമ്മൾ ചന്ദ്രൻ്റെ ഒരു മുഖം മാത്രം എന്തുകൊണ്ടാണ് കാണുന്നതെന്നാണ് നമ്മുടെ ചോദ്യം. അപ്പം നമുക്ക് നോക്കാം. നമുക്ക് ഇവിടെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇതുണ്ടോ, അതായത് ഇതിപ്പം കറങ്ങാൻ തുടങ്ങുകയാണ്. അതായത് ഇങ്ങനെ കറങ്ങി, കണ്ടോ, ഭൂമിക്ക് നേരെയാണ് ഒരു മുഖം ഇരിക്കുന്നത് എപ്പോഴും. അപ്പോൾ നമ്മളിങ്ങനെ കറങ്ങി ഇങ്ങനെ കറങ്ങി ഇങ്ങനെ കറങ്ങി തിരിച്ചു വരുമ്പോഴത്തേക്കിനും വീണ്ടും അതേ ഭാഗം, പിന്നെ ഇത് ഇങ്ങനെ കറങ്ങി. ഇതാണ് ഭൂമിക്ക് ചുറ്റും ചന്ദ്രൻ കറങ്ങാൻ എടുക്കുന്നത് 28 ദിവസമാണ്. അതുപോലെ തന്നെ അതിൻ്റെ സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങാനും എടുക്കുന്നത് 28 ദിവസം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ചന്ദ്രൻ്റെ ഒരു മുഖം മാത്രം കാണുന്നത്. ഇതുണ്ടോ, അതിൻ്റെ സ്വന്തം ആക്സിസിൽ കറങ്ങുന്നതിൻ്റെയാണ് മറ്റേ നമ്മുടെ ആ നീല ഇത് കണ്ടോ, പിന്നിൽ കുത്തിയിരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്നതാണ്. അതിൻ്റെ സ്വന്തം ആക്സിസിലും കറങ്ങുന്നുണ്ട്, അതുപോലെ തന്നെ റിവോൾവും ചെയ്യുന്നുണ്ട്, ഭൂമിക്ക് ചുറ്റും കറങ്ങുകയും ചെയ്യുന്നുണ്ട്. അതായത് ഭൂമിക്ക് ചുറ്റും കറങ്ങാൻ എടുക്കുന്ന അതേ സമയം തന്നെയാണ് ചന്ദ്രൻ അതിൻ്റെ സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങാനും എടുക്കുന്നത്. അതുകൊണ്ടാണ് ഈ ചന്ദ്രൻ്റെ ഒരു ഫേസ് മാത്രം നമ്മൾ അതിൻ്റെ കാണുന്നത് എപ്പോഴും, എല്ലാ ദിവസവും. അതിൻ്റെ മറ്റേ അടുത്ത വശം നമുക്ക് കാണാൻ കഴിയാറില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുട്ടികൾക്കായിട്ടുമൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിഷയം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇത്രയും നേരം ഈ വീഡിയോ കണ്ടതിന് നന്ദി. താങ്ക് യു.